കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായൊരു മത്സരം നടന്ന മണ്ഡലമാണ് കോഴിക്കോട്. പ്രദീപ് കുമാർ, അതായത് നിലവിൽ MLA ആയ പ്രദീപ് കുമാറും സിറ്റിംഗ് MP ആയ MK രാഘവനും തമ്മിൽ അതിൻ്റെ വീറും വാശിയും എല്ലാം തന്നെ ആ പ്രചാരണത്തിലുണ്ടായിരുന്നു. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ആവേശത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വീട്ടിലാണ് നമ്മുടെ പ്രദീപ് കുമാർ MLA ഉള്ളത്. അതെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഖിലയുമാണ് ഇന്ന് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രദീപ് കുമാറും, പിന്നെ ഒപ്പം കുടുംബ വിശേഷങ്ങളും ഭാര്യ അഖിലയുമായി. കാണാം ഷിത ജഗത്തുമായിട്ടുള്ള അഭിമുഖം. നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇനി നമ്മൾ മോർണിംഗ് ഗസ്റ്റിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ആരും ഒഴിവാക്കുന്നില്ല. ആദ്യം നമ്മുടെ ഗസ്റ്റായിട്ട് എത്തുന്നത് പ്രദീപ് കുമാറാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അദ്ദേഹം. പക്ഷേ ഇത്തവണ നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല ചോദിക്കുന്നത്, കാരണം ഇത്രയും ദിവസം അവരൊക്കെ നമ്മളോട് രാഷ്ട്രീയം പറയുകയായിരുന്നു. സ്വാഗതം. അപ്പം ആദ്യം അഖിലേച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആളെ ഇന്നാണോ ഫ്രീ ആയി കിട്ടിയത്? അതെ, ഇന്ന് രാവിലെയാണ് ഫ്രീ ആയി കിട്ടിയത്. അതുകൊണ്ട് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു, ബാങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലം? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. നേരത്തെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഞാൻ ഇലക്ഷനിൽ ചുമതലക്കാരനായിട്ട് എൻ്റെ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ കൂടെ, പ്രധാന സ്ഥാനാർത്ഥികളുടെ കൂടെ. പിന്നെ കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിൻ്റെ അനുഭവമുണ്ട്. അതിന് മുമ്പ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും വിജയരാഘവൻ മത്സരിച്ചപ്പോൾ ഒക്കെ എൻ്റെ സജീവ അതിൻ്റെ ഭാരവാഹിയായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. എല്ലാ തെരഞ്ഞെടുപ്പും നമ്മുടെ ചൂട് കാലത്താണ് ഉണ്ടാവുക, ഈ സാധാരണ നമ്മുടെ ഇലക്ഷൻ വരുന്നത്. പക്ഷേ ഇത്തവണ ഏറ്റവും അസഹ്യമായി തോന്നിയത് ചൂട് തന്നെയാണ്. പക്ഷേ ആ ചൂടിനെ നമ്മൾ അതിജീവിച്ചത് നമ്മൾ ആളുകളുടെ ഒരു ആവേശമുണ്ടല്ലോ, ആവേശവും ആരവവും അവരുടെ സ്നേഹവും പ്രതികരണങ്ങളും ഒക്കെയാണ് ഈ ചൂടിനെ അതിജീവിച്ച് പോകാൻ നമുക്കൊരു കെൽപ്പ് നൽകിയത്. അല്ലെങ്കിൽ വഴിയിൽ വീണു പോയാൽ അത്രയും കഠിനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പാർലമെൻറ്റ് മണ്ഡലം തലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളതിനേക്കാളാണ് സ്ഥാനാർത്ഥിക്ക് ഒരു ഒഴിവുമില്ലല്ലോ. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ നിശ്ചയിച്ച പ്രദേശങ്ങളും ചുമതലകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ വിശാലമായിട്ടുള്ള ഏരിയ, വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഈ പ്രദേശം മുഴുവൻ എനിക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. നേരത്തെ തന്നെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് SFI പ്രവർത്തകനായിട്ടും DYFIയുടെ ഭാരവാഹിയാകുമ്പോൾ, ഇവിടെ ജില്ലാ ഭാരവാഹിയാകുമ്പോഴെല്ലാം നമ്മൾ നിരന്തരം ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് അധികം. മറ്റൊരു കാര്യമുള്ളത്, എൻ്റെ അന്നത്തെ വിദ്യാർത്ഥി യുവജന കാലത്തെ സഹപ്രവർത്തകരാണ് ഇപ്പോൾ LDFൻ്റെ പ്രവർത്തനത്തിന് ശേഷം അതിൽ CPMൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന, പ്രാദേശിക തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം. അതെനിക്ക് വലിയ നിലയിൽ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അവരിങ്ങോട്ട് എന്നോട് വളരെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനും സംസാരിക്കാനും ഒക്കെയുള്ള പിന്നെ ഒരു സാഹചര്യം ഉണ്ടായി. ഈ ചൂടിനെ പറ്റി പറഞ്ഞു, ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അതെ, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പൊതുവേ ഞാൻ അല്പം മടിയനായിരുന്നു. വെച്ചാൽ വെള്ളം കുടിക്കണ്ട എന്നുള്ളതുകൊണ്ടല്ല, അതെടുത്ത് ഇങ്ങനെ. പക്ഷേ ഈ ചൂട് കാലത്ത് നന്നായിട്ട് വണ്ടിയിൽ വെള്ളം ഉണ്ടാവും, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. ഈ കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ. ശരിക്കും അവർ വോട്ടർമാരൊന്നുമല്ല, പക്ഷെ നമുക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു ആവേശമല്ലേ അതൊക്കെ? അതെ, അത് വലിയ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികൾ വളരെ ചെറിയ, ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾ പിന്നെ നമ്മളെ തിരിച്ചറിയുകയും അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതി, അവൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്, ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറയുന്ന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു കുട്ടി, അവന് 5 വയസ്സ് ഉണ്ടാവും. അപ്പോൾ ആ 5 വയസ്സുള്ള കുട്ടി എന്നെ കണ്ടൊക്കെ ഒരുപാട് ആളുകളുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ. അവിടെ ഒരു പിന്നെ വീട്ടിൽ കൂടെയുള്ള സ്ഥലത്ത് ഞാൻ രാത്രി കയറി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് താമസമായിരുന്നു, അവിടെ കയറി. അപ്പോൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ വന്നിട്ട് പ്രദീപ് കുമാർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെ. നിനക്ക് അവൻ്റെ പ്രായം വെച്ചോണ്ടാണ് ചോദിച്ചത്. ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. നിനക്ക് എന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ഓർമ്മയില്ലേ? അവൻ ഇപ്പോൾ തന്നെ വളരെ 5 വയസ്സ് ചെറിയ കൂടെ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ വന്ന ഓർമ്മയില്ലേ? ഞാനിങ്ങനെ ഓർത്ത്, എനിക്ക് ഓർമ്മ ശരിക്കും അന്നേരം കിട്ടിയില്ല. അപ്പോൾ മോൻ്റെ വീട് എവിടെ, അച്ഛനാരാന്നൊക്കെ ചോദിച്ചു.
അപ്പം അവൻ്റെ അച്ഛനും അമ്മയൊന്നും അപ്പോൾ കൂടെയില്ല. അപ്പോൾ അവനോട് പറയാൻ അന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെപ്പോയിരുന്നു 2.5 വർഷം മുമ്പ്. അവൻ കൃത്യമായിട്ട് പറയും 2.5 വർഷം മുമ്പെന്ന് കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അത് കഴിഞ്ഞ മിക്കവാറും അസംബ്ലി ഇലക്ഷൻ്റെ സമയത്തായിരിക്കും. അസംബ്ലി ഇലക്ഷൻ സമയത്ത് വീട്ടിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അത് ഓർത്ത് വെച്ച് പറയാം. അപ്പോൾ അതുപോലുള്ള ഒരുപാട് പിന്നെ കുട്ടികളെ ഈ പറഞ്ഞ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും വന്ന് നമുക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യാനുള്ള അവർക്ക് നിർബന്ധമാണ്. മുതിർന്ന ആളുകളെക്കാൾ വേറെ ഷേക്ക് ഹാൻഡ് ചെയ്യും, ഇതുപോലെയുള്ള കമൻറ്റ് പറയും, ജയിച്ചു വരണം കേട്ടോ എന്നൊക്കെ പറയുന്ന ചെറിയ മക്കളാണ്. അതുപോലെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നത് നമ്മുടെ ശാന്തിനഗർ കോളനി ഭാഗത്തുള്ള കുട്ടികൾ. അപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ പിന്നെ അന്നേരം ഒരു വാഗ്ദാനം കൊടുത്തു ഒന്ന് വരണ്ടെന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തന്നെ അവരുടെ ഡിമാൻഡുകൾ പറയുന്ന സ്ഥിതി. ഈ അമ്മമാരും ഒരുപാടുണ്ട്, പ്രായമായ ആൾക്കാരുടെ, പ്രായമായവർ, സ്ത്രീകൾ. എനിക്കത് ഏറ്റവും വലിയ പിന്നെ ഇതായിട്ട് തോന്നിയത് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനത്തിന് ഓർഗനൈസ്ഡായ വലിയ സ്വീകരണം, സ്ത്രീകളുടെ പങ്കാളിത്തമാണ്, വൻതോതിലുള്ള പങ്കാളിത്തമാണ് സ്ത്രീകളുടെ, പുരുഷന്മാരെക്കാൾ. ഗുരുവായൂരപ്പൻ കോളേജിൽ പോയത് ഒരു വലിയൊരു പഠിച്ചൊരു കോളേജ്, അറിയാവുന്ന അതൊരു ഭയങ്കര അനുഭവമായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ കോളേജിൽ ഇടയ്ക്ക് ഈ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പം 1-2 വർഷമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം ആദ്യം പോയൊരു സ്ഥാപനം ഗുരുവായൂരപ്പൻ കോളേജാണ്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം നേരെ പ്രിൻസിപ്പലിനെ പോയി കണ്ടു. പ്രിൻസിപ്പൽ ഇപ്പോൾ ഉള്ള രാമേന്ദ്രൻ സാർ, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം അവിടെ ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം കൂടെ പിരിയുന്നതോടുകൂടി എൻ്റെ കാലത്തുള്ള അധ്യാപകരെല്ലാം പോകും. പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സും അധ്യാപകരും എല്ലാവരും എൻ്റെ കൂടെ വന്നു, സ്റ്റുഡൻസൊക്കെ വന്നു. അന്ന് കോളേജ് ഡേ ആയിരുന്നേ. കോളേജ് ഡേ ആയതുകൊണ്ട് ആ കോളേജ് ഡേയുടെ വേദിയിൽ എന്നോട് സംസാരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പൊതുവായിട്ട് കോളേജിൻ്റെ പഴയ ഓർമ്മകളും ഇപ്പോൾ കോളേജ് യൂണിയനെ കുറിച്ചൊക്കെ ഒരു 5 മിനിറ്റ് സംസാരിച്ചു എന്നല്ലാതെ ഞാൻ വോട്ടഭ്യർത്ഥിക്കുക പോലും ചെയ്തില്ല. കാരണം കോളേജ് യൂണിയൻ്റെ ഒരു വേദി, അല്ല ഈ കലോത്സവത്തിൻ്റെ അവരെ ആനുവൽ ഡേയുടെ വേദി നമ്മളങ്ങനെ വോട്ട് ചോദിക്കാൻ ദുരുപയോഗപ്പെടുത്തിയെന്ന് വേണ്ടെന്നുള്ളതുകൊണ്ട് അതൊന്നും ചോദിച്ചില്ല. പിന്നെ ഞങ്ങളെ പഴയ ഒരു പ്രധാന താവളം ക്യാൻറ്റീനായിരുന്നു. ക്യാൻറ്റീനിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇവരെല്ലാം ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ പോന്നു. അത് വലിയ രസകരമായിട്ടുള്ള അനുഭവമാണ്. കോളേജിൽ പോയാൽ പൊതുവെ അവിടുന്ന് നമുക്കിപ്പോഴും അതാണ്, അവിടുന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നില്ല. ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ഒരു അന്തരീക്ഷം അതാണ്. ഈ ഇലക്ഷനിൽ ഇങ്ങനെ പലതരത്തിലുള്ള പിന്തുണ പല വിഭാഗത്തു നിന്ന്, ഇപ്പോൾ രാഷ്ട്രീയമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു പിന്തുണക്കപ്പുറത്ത് പലയിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ എനിക്കൊരു എന്താ പറയുക, ഇലക്ഷനിൽ എൻ്റെ ഒരു കുതിപ്പിന് വല്ലാതെ ഊർജ്ജം പകർന്ന ഒന്നാണ് MTയുടെ ഒരു MT വാസുദേവൻ ആദ്യമായിട്ട് കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം. ആ സമയത്ത് എന്താ വെച്ചാൽ എൻ്റെ പിന്നെ രാഷ്ട്രീയത്തിലാളികൾ പ്രദീപ് നല്ല MLA ആണ്. അപ്പോൾ MLA ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കട്ടെ, MP ആയിട്ട് മറ്റൊരാൾ പോകട്ടെ എന്നുള്ള പ്രചാരവേല ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ MLA എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു എന്ന് തോന്നുന്ന നിലയിലായിരിക്കും, പക്ഷെ എന്നെ പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ അതിലൊരു ബ്രേക്ക് ഉണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞ MT അങ്ങനെ സാധാരണ പ്രത്യേകിച്ചൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടോ ആളുകൾക്ക് അനുകൂലമായിട്ടോ ഒന്നും അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ല പൊതുവെ. അപ്പോൾ ഞാൻ തന്നെ മുമ്പ് പോയപ്പോഴും എന്നെ പിന്തുണയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രദീപ് ഇവിടെ MLA എന്ന നിലയിൽ വളരെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പാർലമെൻ്റ് ആകുമ്പോൾ വിശാലമായി ആ ഭാഗത്ത് മുഴുവൻ അത് ചെയ്യാനാവുമല്ലോ എന്ന നിലയിലാണ് പറഞ്ഞത്. മറ്റൊരു പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ MLA ആയിട്ട് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അവിടെ തന്നെ പ്രവർത്തനം ലഭിക്കാൻ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന് പറയേണ്ട ഒരു മറുപടി MTയുടെ പിന്നെ വായിൽ നിന്നാണ് ആദ്യം നമ്മൾ പറയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹമാണ് പറഞ്ഞത്. പിന്നെ അതാണ് അങ്ങോട്ട് പ്രചരിച്ചത്. അത് വളരെ പിന്നെ അതുമാത്രമല്ല, MTയുടെ ഒരു അനുഗ്രഹവും പിന്തുണയും നമുക്ക് കേരളത്തിൽ ആരും ആഗ്രഹിക്കുന്നതല്ല. അത് വലിയ നില എൻ്റെ നിറഞ്ഞ മനസ്സോടെ വരണം. അതൊരു വലിയ ഫോഴ്സായി. ഇപ്പോൾ അഖിലേച്ചിലേക്ക് പോവുകയാണ്. ഞാൻ ഇദ്ദേഹത്തെ കിട്ടാറുണ്ട്, ഇത്ര വർഷമായിട്ട് ഈ ചോദ്യമാണ് എന്നോട് ഇപ്പോഴും ചോദിക്കുന്നതെന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹത്തെ കിട്ടാറുണ്ടോ വീട്ടിൽ? കിട്ടാറുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പം ഈ MLA ആകുമ്പോൾ അസംബ്ലി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാറില്ലല്ലോ. അസംബ്ലി ശനി ഞായർ മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ രാവിലെ 6 തൊട്ടേ വിസിറ്റേഴ്സാണ്. അത് കഴിഞ്ഞാൽ ഒരു 8-8:30 ആകുമ്പോഴത്തേ രാത്രി വീട്ടിലെത്താറുണ്ട്. MLA ആയിരിക്കും. ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങിയപ്പോൾ പിന്നെ 2 മണി, രാത്രി 2 മണിക്ക്, രാവിലെ 6:00 പോയാൽ 2 മണിക്കാണ് വരാം. ഭക്ഷണക്കാരൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്ന് അധികം കഴിക്കാറില്ല. ക്യാമ്പയിനിങ് തുടങ്ങി അതിന് മുമ്പാണെങ്കിൽ കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചയ്ക്ക് ഈ MLA ആകുമ്പം പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസി ഇത് ചുറ്റുമാണ്. ഉച്ചയ്ക്ക് അടുത്ത എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും.
ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം ഇപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കാറില്ല. ഒന്നിച്ചുള്ള സമയം ഉണ്ടാവും. നിങ്ങൾ ഒന്നിച്ച് മകളുടെ പേര് അമിത, അമുന്ന വിളിക്കാറ്. ഒന്നിച്ച് പുറത്തൊക്കെ പോകാനുള്ള പറ്റുണ്ടോ? കിട്ടുമ്പം സിനിമയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സിനിമയ്ക്ക് പോകാൻ തിരുവനന്തപുരത്ത് ഞങ്ങൾ വല്ലപ്പോഴേക്കേ പോവുള്ളൂ. അവൾ തിരുവനന്തപുരത്താണ് പഠിച്ചിരുന്നത്, ആർക്കിടെക്ചർ പഠിച്ച തിരുവനന്തപുരത്താണ്. അപ്പോൾ ചില ദിവസം ചില സമയത്ത് ഞാൻ പോകുമ്പം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് പോകും. സിനിമയ്ക്ക് പോകാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പണ്ട് പഠിക്കുന്ന കാലത്ത് എല്ലാ സിനിമയും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം സമയം കിട്ടും വളരെ കുറവായി, ഇപ്പം വളരെ കുറവാണ്. സിനിമയ്ക്ക് പോകാൻ തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം സിനിമയ്ക്ക് പോകണം. അതെങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ടിക്കറ്റ് കിട്ടുമെങ്കിൽ പോകാമെന്നുള്ള രാത്രി സെക്കൻഡ് ഷോയിൽ പോകാൻ പറയും. പോകാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്ന് പറയില്ല, പോകാന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ ആളുണ്ടാവോ ആ സമയത്ത്? സെക്കൻഡ് ഷോയിൽ പോകാൻ ആളെ എങ്ങനെയെങ്കിലും എത്തിപ്പോ. സെക്കൻഡ് ഷോ ഇവിടെ റീഗൽ തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ട്. ഡ്രൈവിംഗ് അമ്മു ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ മൂന്നാൾക്കും ഒക്കെ വേണമെങ്കിൽ പോവാം. നല്ല സിനിമ സെലക്ട് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ എണ്ണം നന്നായി അങ്ങ് കുറഞ്ഞു. അമ്മ ചെറുതാകുമ്പം പിന്നെയും കുറച്ചുകൂടെ പോകും. പ്രചാരണത്തിന് പോയിട്ടുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു പോയിരുന്നു. ഈ ഏരിയയിലാണ് അധികം പോയത്. പിന്നെ ഇലക്ഷൻ ഡേയിലും വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എവിടെയാണ്. പിന്നെ കുറച്ച് ഈ ഫ്ലാറ്റുകൾ അങ്ങനത്തെ നമ്മൾ മൂപ്പർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് ഞാനൊന്ന് പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അങ്ങനെ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത്? അതായത് ഒരു MLA എന്നുള്ള നിലയിലും പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലും എല്ലാവരും നല്ലൊരു അംഗീകാരം തന്നതിൽ വളരെ സന്തോഷം. MLA ആയിട്ട് നല്ലോണം പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ വീണ്ടും ഒരു MP സ്ഥാനത്തേക്ക് മൂപ്പരെ പരിഗണിച്ചത്. അതിൽ വെരി പ്രൗഡാണ്. ഈ പ്രിസം പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഇത് ഇത്ര വ്യാപകമായിട്ട് സംസ്ഥാനത്തെ വ്യാപിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നു? അത് സംസ്ഥാനത്ത് എത്രത്തോളം വ്യാപിപ്പിക്കാനാകുമെന്നൊന്നും എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെ വ്യാപിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രിസം പദ്ധതി ആരംഭിച്ചത്. സ്കൂൾ ഗവൺമെൻറ്റിൽ നന്നാക്കാനാകുമെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നല്ല നിലയിൽ വിജയിച്ചു. അതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു ട്രോളായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ ഇത് റിസോർട്ടാണോ എന്ന് ചോദിക്കുന്ന റിസോർട്ട്. അതൊക്കെ ആസ്വദിച്ചിരുന്നു. അത് ഭയങ്കര കേരളം മുഴുവൻ ഒരു ട്രോളാണത്. പിന്നെ അതുപോലെ കുറേ വീഡിയോസൊക്കെ അനുബന്ധമായിട്ട് വന്നിരുന്നു. അത് കാരണം അത് വളരെ രസകരമായിട്ടാണ് ചെയ്തത്. അവർ നടക്കാവ് സ്കൂളിനല്ല ട്രോളിൽ പറഞ്ഞ ആൾക്കാർ മാതൃകയായിട്ട് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഗസ്റ്റ് ഹൗസിലാണല്ലോ അദ്ദേഹം താമസിച്ചത്. ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന വഴിയിലാണല്ലോ ഈ കാരപ്പറമ്പ് സ്കൂൾ. അപ്പോൾ അദ്ദേഹം കാണാനിടയുള്ളത് കാരപ്പറമ്പ് സ്കൂളാണ്. കാരപ്പറമ്പ് സ്കൂളിന് മുമ്പ് കൂടെ തന്നെയാണ് രാഹുൽ ഗാന്ധി പോയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആരോ രസികന്മാർ ട്രോള് ഇറക്കിയത്. എന്താ ഇനിയിപ്പം ഒരു മാസം കഴിഞ്ഞു, ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് വരണമെങ്കിൽ 23-ാം തീയതി ആവണം. ഇനി ഒരു മാസം കാത്തിരിക്കണം. എന്താ ഇതിനിടയിലുള്ള പരിപാടികൾ? ഇപ്പം പരിപാടികളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇപ്പം ഇന്ന് വൈകുന്നേരം വരെ ഞാനിവിടെ വീട്ടിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ വൈകുന്നേരം നമ്മുടെ ഓഫീസിൽ പോകും, മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പോകും. അവിടെ നമ്മളെ നേതാക്കന്മാരൊക്കെ വരും. ബൂത്തുകളിൽ നിന്നൊക്കെ വന്ന കണക്കുകളുടെ ഒരു ഫൈനലൊക്കെ അവിടെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്വാഭാവികമായിട്ടും നോക്കും. പിന്നെ നാളെ മുതൽ ഇപ്പോൾ കുറേ ആളുകളുടെ കല്യാണം, പിന്നെ അതുപോലെ ഇൻവിറ്റേഷനൊക്കെ കിടക്കുന്നുണ്ട്. പോകാൻ കഴിയാത്തതുണ്ട് ഇലക്ഷന് സമയത്ത്. അതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ MLA എന്ന നിലയിലുള്ള നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം പെട്ടെന്നാണല്ലോ സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന് ഈ ഇലക്ഷനിലേക്ക് അങ്ങ് തിരിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും MLA തന്നെയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ സാധാരണ ഈ വർക്കുകളൊക്കെ സൈറ്റിൽ പോയി ദൈനംദിനം മോണിറ്റർ ചെയ്യുന്ന ആളാണ്, ഡെയിലി എന്നോണം ചെയ്യുന്ന. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുറവുകളൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള ഇടപെടലാണ് ഈ ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. പിന്നെ ഇലക്ഷൻ്റെ ഇങ്ങനെ ഒരു റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നുമില്ല. റിസൾട്ട് അതൊക്കെ ഒരു വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയ. അപ്പോൾ അടുത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പേ നമ്മളൊന്നുകൂടെ ജാഗ്രതയാവും. പിന്നെ കൗണ്ടിങ് ഏജൻസി നിശ്ചയിക്കണം, അതുപോലുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് മുതൽ അത് വിട്ടു, ഇലക്ഷൻ വിട്ടു, ഇനി കഴിഞ്ഞു. വിജയപ്രതീക്ഷയിലാണ്. തീർച്ചയായും നല്ല വിജയപ്രതീക്ഷയിലാണ്. എന്താണ് ജയിക്കില്ലേ? വിജയപ്രതീക്ഷയാണ്. അപ്പം എന്തായാലും 20,000-30,000 വോട്ടിന് ജയിക്കുന്നതാണ് ജനങ്ങൾ പറയുന്നത്. അത് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ വോട്ടിൻ്റെ എണ്ണം എന്നൊക്കെ പറഞ്ഞ ജ്യോത്സ്യന്മാർ പറയും പോലെ പറയാൻ പറ്റും. ആൾക്കാരത് പലരും പറയും, പലതരത്തിൽ പറയും. പിന്നെ പക്ഷേ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തുടക്കം മുതലേ ഉണ്ടായിരുന്നു. നല്ല നിലയിൽ ഞങ്ങളെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായിട്ടുള്ളവർക്കാണ്. ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തും. ഏറ്റവും പ്രധാനമായിട്ട്
നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ കുറ്റമറ്റ നിലയിലുള്ള സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു, ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം സഹകരിച്ചു. താങ്ക് യു. ശരി.